കേരളത്തിലെ റബ്ബർ കൃഷിയിലും ഉൽപാദനത്തിലും വലിയ കുറവ്. ആകെ കൃഷിഭൂമിയുടെ 22% റബ്ബർ ഇക്കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 19% കുറഞ്ഞു. റബ്ബർ ഉൽപാദനത്തിന്റെ ദേശീയ കണക്കുകളിലും കേരളം പിന്നോട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമെന്ന പേര് വൈകാതെ കേരളത്തിന് നഷ്ടമാകും. 3 വർഷം മുൻപ് വരെ സംസ്ഥാനത്തെ ആകെ കൃഷിഭൂമിയിൽ 22% റബ്ബറായിരുന്നു. ഇന്നത് 19% കുറഞ്ഞു. ഇന്ത്യയിലെ ആകെ റബ്ബർ കൃഷിയുടെ 66%വും ഉൽപാദനത്തിന്റെ 71%വും കേരളത്തിലായിരുന്നു. ഇപ്പോൾ കേരളത്തിന്റെ കൃഷി 60%ത്തിലേക്കും ഉൽപാദനം 65%ത്തിലേക്കും കുറഞ്ഞു. വിലയിടിവ്, ഉൽപാദന ചെലവ്, തൊഴിലാളി ക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനം, ഉൽപാദനം കുറഞ്ഞ ഇനങ്ങളിലേക്കുള്ള മാറ്റം എന്നിവയാണ് കേരളത്തിൽ റബ്ബർ കൃഷിയും ഉൽപാദനവും കുറയാൻ കാരണം. കേരളത്തിൽ 1 കിലോ റബ്ബറിന് ഉൽപാദന ചെലവ് റബ്ബർ ബോർഡ് കണക്കാക്കുന്നത് 174 രൂപയാണ്. ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ത്രിപുരയിൽ ഇത് 80 രൂപ മാത്രം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ റബ്ബർ കൃഷിയിൽ മാത്രമല്ല ഉൽപാദനത്തിലും കേരളത്തെ വൈകാതെ പിന്നിലാക്കുമെന്ന് റബ്ബർ ബോർഡിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 2021-22 കാലയളവിൽ ഇന്ത്യയിലെ റബ്ബറിന്റെ ഉൽപാദനം 7.75 ലക്ഷം ടണ്ണും ഉപയോഗം 12.38 ലക്ഷം ടണ്ണുമാണ്. മുൻ വർഷത്തേക്കാൾ ഉൽപാദനത്തിൽ 8%വും ഉപയോഗത്തിൽ 13%വും വർധനയുണ്ട്. അതേസമയം 10 വർഷത്തിനിടയിൽ കേരളത്തിലെ വാർഷിക ഉൽപാദനത്തിൽ 1 ലക്ഷം ടണ്ണിന്റെ കുറവാണ് ഉണ്ടായത്. 2013 1 ഹെക്ടറിൽ ശരാശരി 1629 കിലോ റബ്ബർ ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ 2023 1482 കിലോയിലേക്ക് കുറഞ്ഞു. കേരളത്തിലെ കർഷകർക്കും ടാപ്പിംഗ് തൊഴിലാളികൾക്കും റബ്ബർ ബോർഡ് നൽകിയിരുന്ന പല ആനുകൂല്യങ്ങളും പിൻവലിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് മലയാളം, കോട്ടയം.